പൂരപ്പറമ്പൊക്കെ നടന്ന് ക്ഷീണിച്ച് വന്നിരിക്കുന്നിങ്ങനെ സൊറ പറയണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടീസിൻ്റെ കണ്ണ് ഒരുന്നിൽ പോയിട്ട് ഉടക്കണത്. ഇതേ കണ്ടോ ഈ യന്ത്രഊഞ്ഞാൽ. അപ്പോൾ യന്ത്രഊഞ്ഞാലിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം പ്രകടിപ്പിച്ച്. പക്ഷെ എനിക്കും ചേച്ചിക്കും അമ്മയ്ക്കൊന്നും ഇതിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരുമാതിരി ബുദ്ധിമുട്ടാണ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണ്ണിയേട്ടനും സുബീഷേട്ടനും അച്ഛനും കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സുബീഷേട്ടനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുട്ടികളെയും കൊണ്ട് പോയത്. 4 പേരുണ്ടെങ്കിലേ അതിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 3 ആൾ അച്ഛൻ പിന്നെ ഒരുവിധം സമ്മതിച്ചിട്ട് അച്ഛനും കൂടി. അച്ഛൻ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. മക്കളുടെ ആഗ്രഹമല്ലേ. അപ്പം അങ്ങനെ അവരെല്ലാവരും കൂടി യന്ത്രഊഞ്ഞാലിൽ കയറി. ഞാൻ കുറേ പറഞ്ഞിട്ടാ കയറണ്ട അത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാൻ മാതിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും പറ്റുമോ യന്ത്രഊഞ്ഞാലിൽ നിന്നൊക്കെ അതൊക്കെ താഴെ വീഴുമോ എന്നുള്ളൊരു ടെൻഷനാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാലും എൻ്റെ ടെൻഷനൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അവരെന്നെ കയറ്റാൻ സമ്മതിച്ചു. അവരങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അവരതിൽ കയറി. നല്ല സ്പീഡിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു അവരെ കൂക്കിയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അലറി വിളിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ സുഖമായിട്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരിക്കുകയായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്കിതിൽ കയറാൻ പറ്റില്ലടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഛർദിയായിരിക്കും. ഛർദിച്ചാലാക്കാവും. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹമുണ്ട് കയറാൻ. പക്ഷേ തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം ഇമാതിരി സംഭവങ്ങളിലൊന്നും കയറില്ല കേട്ടോ. കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സുബീഷ് ചേട്ടനും കൂടി പറഞ്ഞ കാരണം മാത്രം കയറിയതാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അവർ നല്ല എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളവിടെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഇങ്ങനെ കയറൊക്കെ ചെയ്യുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ എന്താണ് എക്സ്പ്രഷൻ എന്തറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല, വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത്. പക്ഷേ ഞാൻ വിചാരിച്ച് കരഞ്ഞു വിളിച്ച് പേടിച്ചിട്ടാണ് വരികയെന്ന്. എവിടെ ഒരു എക്സ്പ്രഷൻ ഒരു വ്യത്യാസവും ഇല്ല. ഭയങ്കര ഹാപ്പിയായി കളിച്ച് തീർത്തിട്ടാ വരുന്നത്. ഞാൻ വിചാരിച്ച് കരഞ്ഞ് കൂക്കും വിളിയും ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ അച്ചെടുത്തിട്ടൊക്കെ വരുന്നുണ്ടാവുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരുന്നത്. പക്ഷെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി.